ഇതാണ് മക്കളെ ചതുരപ്പയർ തോരൻ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. ഇതാണ് കൂട്ടുകാരെ ചതുരപ്പയർ. എൻ്റെ ചതുരപ്പയർ പൂവിട്ട് തുടങ്ങിയിട്ടുള്ളൂ. എനിക്ക് എൻ്റെ ഫ്രണ്ട് ഷീജേച്ചി തന്നതാണ്. ഷീജേച്ചി സൂര്യേട്ടനും കൂടി റോട്ടിൽ കൂടെ പോകുമ്പോൾ ഹോണടിക്കും, ഞാൻ ഓടിച്ചെല്ലും. അപ്പം എനിക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കൊണ്ടുതരും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇന്ന് കറി വയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. അരിഞ്ഞെടുത്ത ചതുരപ്പയറിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എത്ര അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു മഞ്ഞളും കൂടെ ചേർക്കുക. കുറച്ച് മാത്രം, മഞ്ഞളുടെ കുത്തെടുക്കേണ്ട. അത് എനിക്ക് കുറച്ച് പയറേ ഉള്ളൂ. പയർ വെവാൻ വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിക്കുക. അടുപ്പത്ത് വെച്ച് ചെറിയ ചൂടിൽ ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ചെറിയ തീയിൽ നമുക്കത് വേവിച്ചെടുക്കാം. ഒരു നുള്ളു കടുക് പൊട്ടി വരുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിടുക. ഇനി നേരത്തെ നമ്മൾ ഉപ്പും മഞ്ഞളും മുളകും ഇട്ടിട്ട് വേവിച്ച് വെച്ച ചതുരപ്പയറും കൂടി ചേർത്ത് കൊടുക്കുക. ചതുരപ്പയറിന് സാധാരണ പയറിൻ്റെ പോലെയല്ല, വേറൊരു സ്മെല്ലുണ്ട്. അത് പോവാനാണ്. ഈ ചതുരപ്പയറിന് സാധാരണ പയറിൻ്റെ പോലത്തെ സ്മെല്ലല്ല, വേറൊരു സ്മെല്ലാണ്. അപ്പം അതൊന്ന് പോയി കിട്ടും നമ്മൾ ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇടുമ്പോൾ. ചതുരപ്പയർ തോരൻ.